എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് അടിപൊളി ഫ്രൂട്ട് സർബത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് കുടിക്കുകയാണെങ്കിൽ വിശപ്പും ദാഹമൊക്കെ മാറ്റി നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രിങ്കിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിയ സീഡ്സ് വേണം. അതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ചിയ സീഡ്സ് എന്നും സബ്ജ സീഡ്സ് എന്നും ബേസിൽ സീഡ്സ് എന്നും ഒക്കെ ഇത് പറയാറുണ്ട്. 2 ടൈപ്പിൽ ഇത് മാർക്കറ്റിൽ കിട്ടും. ഇത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു സോസ് പാനിലേക്ക് നമ്മൾ 2.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പാല് ഒരുപാട് കട്ടിയുള്ള പാലാകണമെന്നില്ല. പാലും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അവസാനം നോക്കിയിട്ട് ചേർത്താലും മതി. പാലവിടെ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പാല് നല്ലൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. നമ്മളിവിടെ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുക്കുന്നത്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് കസ്റ്റർഡ് പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ എടുക്കാവുന്നതാണ്. മൈദ ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോരുത്. ചെറുതായിട്ടൊന്ന് കുറുകുന്ന രീതിയിലാണ് നമ്മളിത് ചേർക്കുന്നത്. ചൂടായിട്ടുള്ള പാല് നമ്മൾ ഈ കോൺഫ്ലവറിൽ ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ട കെട്ടാതെ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പല ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടും. തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഡ്രിങ്ക് ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ പാല് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പാല് തണുപ്പിക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് അടിക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ഒരു ഫ്ലേവറിലുള്ള ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അപ്പം ആദ്യത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മളൊരു റോസ് സിറപ്പ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. റൂഹ് അഫ്സ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റോസ് സിറപ്പ് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിട്ടും. ഇത് റോസാപ്പൂവിൻ്റെ ഇതളുകളും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു സിറപ്പാണ്. ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. റൂഹ് അഫ്സ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നും 2 ടേബിൾ സ്പൂണാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യാനുസരണം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ്സ്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഐസ് ക്യൂബ്സൊക്കെ ഒന്ന് മിക്സായി വരുന്ന സമയം കൊണ്ട് ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. നമ്മളിവിടെ റോസ് സിറപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കളറിന് മാച്ച് ആയിട്ടുള്ളത് വാട്ടർമെലൺ ആണ്. അതുകൊണ്ട് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞ് അരിയില്ലാത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള തണ്ണിമത്തൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട് ഇടാതെ റോസ് മിൽക്കായിട്ടും നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കുടിക്കാവുന്നതാണ്. തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി അടുത്ത ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. ബാക്കിയുള്ള പാലിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പിസ്തയുടെ എസൻസ് ആണ്. അതിന് മുന്നായിട്ട് നമ്മളിവിടെ 1 ടീസ്പൂൺ പിസ്ത ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പിസ്ത ഏലക്ക എസൻസ് ആണ്. ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കളറും ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്രീൻ കളറിലാണിത് വരുന്നത്. ഒരു 4-5 ഡ്രോപ്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു പിസ്തയുടെയും അതുപോലെ തന്നെ ഏലക്കയുടെയും ഫ്ലേവറാണ് ഇതിന് ഉള്ളത്. ഇതും നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇത് കൂടുതൽ അടിക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് നല്ല പതഞ്ഞ് വരും. അതും നമുക്കിതുപോലെ ഗ്ലാസ്സിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞിട്ടുള്ള ആപ്പിൾ കഷ്ണങ്ങളാണ്. ആപ്പിളിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും എടുക്കാവുന്നതാണ്. മാങ്ങയോ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പഴം ഏതായാലും കുഴപ്പമില്ല. ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്തയുടെ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ഡെക്കറേറ്റ് ചെയ്യാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് പിസ്തയുടെ പൊടി അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള 2 ഡ്രിങ്കാണ്
അപ്പോൾ ഒരുപാട് തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തണുപ്പിക്കാതെയും ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്